ഓം ശാന്തി. ഓരോ സങ്കല്പങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഈ ശരീരത്തിൽ വിരാജമാൻ ഞാനൊരു ദിവ്യ ജ്യോതി ആത്മാവാണ്. ഈ ദേഹം ഒരു ദീപമാണ്. ഞാൻ ആത്മാ, അതിലെ ചൈതന്യ ജ്യോതിയാണ്. എനിക്കു ചുറ്റും തേജസ്വി പ്രകാശത്തിൻ്റെ ആഭാമണ്ഡലമാണ്. എൻ്റെ ഈ ഒറിജിനൽ സ്ഥിതിയിൽ ഞാൻ എൻ്റെ വീടായ പരമധാമത്തിലേക്ക് പറന്നുയരുന്നു. ഞാനൊരു ദിവ്യ ജ്യോതിയായി ഈ ദേഹത്തിൽ നിന്നും പുറത്തു കടക്കുന്നു. ഒരു തേജസ്വി ജ്യോതിയുടെ രൂപത്തിൽ തീവ്രവേഗത്തിൽ പരമധാമത്തിലേക്ക് ഞാൻ പറന്നുയരുന്നു. ആകാശതത്വത്തെ മറികടന്ന് സൂക്ഷ്മവദനത്തിൽ നിന്നും അകലെ ഞാൻ ജ്യോതിയുടെ വദനത്തിലെത്തുന്നു. ഇതാണ് എൻ്റെ യഥാർത്ഥമായ വീട്. ഈ പരമധാമത്തിൽ ഗോൾഡൻ പ്രകാശം പരന്നിരിക്കുന്നു. സർവ ആത്മാക്കളും പരമധാമത്തിൽ ജ്യോതിയുടെ സമാനം തിളങ്ങിക്കാണുന്നു. ഇപ്പോൾ എൻ്റെ മുന്നിൽ സാക്ഷാത് ബ്രഹ്മാണ്ടത്തിൻ്റെ യജമാനൻ മഹാജ്യോതി ജ്ഞാനസൂര്യ ശിവബാബ വിരാജമാനായിരിക്കുന്നു. ചുറ്റുപാടും ഗോൾഡൻ കിരണങ്ങളുടെ അതിതേജസ്വി പ്രകാശമണ്ഡലമാണ്. ഞാൻ ആത്മാ പരമാത്മ പ്രകാശത്തിൽ മുങ്ങിക്കുളിക്കുന്നു. പരമാത്മ പ്രകാശം മുഴുവൻ ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നു. പ്രിയ ബാബ സർവർക്കും ജ്ഞാനപ്രകാശം നൽകുന്നു. തൻ്റെ സ്നേഹത്തിൻ്റെ തോണിയിലിരുത്തി സർവരെയും തീരത്തെത്തിക്കുന്നു. ബാബ കടത്തുകാരനാണ്. സർവർക്കും വീട്ടിലേക്ക് പോകാൻ സന്ദേശം നൽകുന്ന ബാബ സത്യമായ മെസ്സഞ്ചറാണ്. ഡ്രാമയുടെ ചക്രത്തിൻ്റെ രഹസ്യം ബാബ മനസ്സിലാക്കി തരുന്നു. ബാബ കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ സത്യഗീതാജ്ഞാനം നൽകി സത്യധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ബാബ, ഞാനിപ്പോൾ അങ്ങയുടെ സമാന സത്യമായ സന്ദേശവാഹകനായി സർവർക്കും വീട്ടിലേക്ക് മടങ്ങാനുള്ള സന്ദേശം നൽകുന്നു. സർവരെയും പാവനമാക്കാനുള്ള ദിവ്യ സന്ദേശം നൽകുന്നു. ഞാനൊരു ഫരിസ്തയായി, സത്യമായ ദൂതനായി, പവർഫുൾ മനസ്സിലൂടെ വിശ്വത്തിൽ അലയുന്ന ദുഃഖി അശാന്തി ആത്മാക്കൾക്ക് പരമാത്മാവിൻ്റെ സന്ദേശം നൽകുന്നു. ഞാൻ കാണുന്നു എൻ്റെ സങ്കല്പങ്ങളുടെ അലകൾ വിശ്വത്തിൽ ദൂരെ ദൂരെ സർവ ആത്മാക്കളിലും എത്തുന്നു. ഞാൻ ഫരിസ്ത എൻ്റെ പവർഫുൾ സങ്കല്പ ശക്തിയിലൂടെ സർവാത്മാക്കൾക്കും മെസ്സേജ് നൽകുകയാണ്.
കലിയുഗത്തിന്റെ അന്ത്യത്തിൽ സ്വയം ജ്ഞാനസാഗർ പരംപിതാ ശിവ പരമാത്മാ വന്നിരിക്കുന്നു. നമ്മൾ സർവാത്മാക്കളെയും തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പവർഫുൾ മനസാസങ്കല്പത്തിലൂടെ വയർലെസ് മെസ്സേജ് വിശ്വത്തിലെ ഓരോ ആത്മാക്കളിലും എത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വത്തിലെ സർവാത്മാക്കൾക്കും ഗോഡ്ലി മെസ്സേജിലൂടെ പരമാത്മ സന്ദേശം പ്രാപ്തമാക്കുന്നു. ഇപ്പോൾ സാകാര ലോകത്തിൽ മടങ്ങി ഞാൻ ബാബയുടെ സത്യമായ ദൂതനായി പരമാത്മ സന്ദേശം നൽകുന്നു. ഞാൻ ബാപ്പ സമാനം സത്യമായ വഴികാട്ടിയാണ്, ദൂതനാണ്. ബാബയുടെ സന്ദേശമാണ് ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും മറന്ന് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും ദൂരെയാകും. ബ്രഹ്മബാബ തൻ്റെതെല്ലാം ഈശ്വരാർപ്പണം ചെയ്ത് പൂർണ്ണമായും ട്രസ്റ്റിയായി മാറി. അതുപോലെ ഞാൻ ട്രസ്റ്റിയായിരിക്കുന്നു. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. ഈ സൃഷ്ടി ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ജ്ഞാനസാഗരനായ ബാബ മനസ്സിലാക്കി തന്നു. ബാബ എൻ്റെ ബുദ്ധിയോഗത്തെ ബാബയുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ബാബ ആത്മാവിനെ പവനമാക്കി തിരിച്ചു നിർവാണധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബാബ പറയുന്നു, 5 ഭൂതങ്ങളുടെ മേലെ വിജയം നേടുന്നതിലൂടെ വിശ്വത്തിൻ്റെ മേലെ വിജയം നേടുന്നു. എനിക്കിപ്പോൾ വിഷ്ണുപുരിയിലേക്ക് പോകണം. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ ഒരു കർമ്മേന്ദ്രിയവും ചഞ്ചലപ്പെടുകയില്ല. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ഏതുവരെ ജീവിച്ചിരിക്കുന്നുവോ അതുവരേക്കും ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. ഞാൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് ദേവതയായി മാറുന്നു. എല്ലാം ബാബയ്ക്ക് അർപ്പിച്ച് കേവലം സൂക്ഷിപ്പുകാരനായിരിക്കുന്നു. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. പവിത്രമായിരുന്ന് വിശ്വത്തിൻ്റെ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഏതുവരെ ജീവിച്ചിരിക്കുന്നുവോ അതുവരെ ഞാൻ അമൃതം കുടിക്കും, കേട്ടുകൊണ്ടിരിക്കും. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് ഞാൻ ദേവതയായി മാറുന്നു. എല്ലാം ബാബയ്ക്ക് അർപ്പിച്ച് കേവലം സൂക്ഷിപ്പുകാരനായിരിക്കുന്നു. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. പവിത്രമായിരുന്ന് വിശ്വത്തിൻ്റെ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഏതുവരെ ജീവിച്ചിരിക്കുന്നുവോ അതുവരെ ഞാൻ അമൃതം കുടിക്കണം. ബാബയുടെ നിർദ്ദേശമാണ് മഹാവീരനായി മാറി മായയുടെ മേലെ വിജയിയാകണം. എല്ലാവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ഹൃദയം ഒരു ബാബയോട് വെക്കണം. ബാബ പറയുന്നു, വിഘ്നങ്ങളിൽ ഭയക്കരുത്.
സേവനത്തിൽ തൻ്റെതെല്ലാം സഫലമാക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സ്വയം സമ്പൂർണ്ണ സ്വരൂപത്തിൻ്റെ ആഹ്വാനത്തിലൂടെ പോക്കുവരവിൻ്റെ ചക്രത്തിൽ നിന്നും മോചിക്കപ്പെടുന്ന ഭാഗ്യ നക്ഷത്രമാണ്. സ്മൃതിയുടെയും വിസ്മൃതിയുടെയും ചക്രത്തിൽ നിന്ന് വരുന്നതിൽ നിന്നും മുക്തമാകുന്നു. വ്യർത്ഥ കാര്യങ്ങളിൽ നിന്ന് മോചിതമായി തിളങ്ങുന്ന ഭാഗ്യ നക്ഷത്രങ്ങളായി മാറുന്നു. ഏതൊരു വിഘ്നത്തിന് വശപ്പെടുന്നതും വജ്രത്തിൽ കറയേൽക്കലാണ്. ഓം ശാന്തി.